സ്കൂളുകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കർശനമാക്കിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. തസ്തിക നിർണയത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമെന്നും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമുള്ള സ്കൂളുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടണമെന്നും ഉത്തരവിൽ പറയുകയാണ്. വിജിൻ വായന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, ഇങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നേരത്തെ തന്നെ ഉത്തരവുണ്ട്. പക്ഷേ അത് ഗൗരവതരത്തിൽ എടുക്കാതെ ഓരോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ അമാന്തമുണ്ടായിരുന്നു. അതിന് വലിയ വില പല സമയങ്ങളിലായി നമ്മൾ നൽകേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു മറുമരുന്ന് എന്ന രീതിയിലാണ് തസ്തിക നിർണയത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നൊരു പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് ഫലം കാണുമോ? ഈ ഉത്തരവ് പ്രകാരം എന്തായാലും അത് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നേടണം എന്ന് ആവശ്യപ്പെടുന്നത് അത് എത്രമാത്രം ഈ സ്കൂളുകൾക്ക് അംഗീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നേരത്തെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാനുള്ള നിബന്ധനകൾ അത് കർശനമാക്കിയിരുന്നു. നേരത്തെ പല തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെയാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് പോയത്. അങ്ങനെ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അങ്ങനെ ആ ഹാജരാക്കിയ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുക, ബിൽഡിംഗുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതിപ്പോൾ മാറ്റി കൂടുതൽ കർശനമാക്കിയാണ്. ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പോരാ, പകരം നിർബന്ധമായും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. 15-നകം അത്തരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെങ്കിൽ തസ്തിക നിർണയം ഉൾപ്പെടെ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് തസ്തിക നിർണയം നടത്താൻ കഴിയുക എന്നുള്ള ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കും എന്നുള്ള ഒരു പ്രതിസന്ധി എന്തായാലും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് വെറും എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമല്ല, സർക്കാർ സ്കൂളുകളിലും ഇതേ തരത്തിൽ തന്നെ 15-നകം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളതാണ്. അധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെ ഇല്ലെങ്കിൽ തടയും. അതായത് താൽക്കാലിക തസ്തിക നിർണയിച്ച ആ അധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെ തടയും എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സർക്കാർ സ്കൂളുകളുടെ ഫിറ്റ്നസ് അത് പൂർത്തീകരിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. തദ്ദേശ വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അവർ പോലും ഫിറ്റ്നസ് ലഭ്യമാകാൻ ആവശ്യമായ ഒരു നടപടികൾ സ്കൂളുകളിൽ ചെയ്തില്ലെങ്കിൽ ആ സ്കൂളുകളിലെയും തസ്തികയും